നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു ചെറിയ ഓഡിയോ മിക്സറിൽ നിന്ന് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ഓഡിയോയായും വീഡിയോയായും എങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ അധികം കമൻറ്റുകൾ വന്നു. അതിൽ കുറേ കമൻറ്റുകൾ നെഗറ്റീവ് കമൻറ്റുകളാണ്. അപ്പോൾ അത്തരം കമൻറ്റുകൾക്ക് ഒന്ന് മറുപടി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ ഇത്തരം കമൻറ്റുകൾക്കെല്ലാം തന്നെ അവിടെ തന്നെ മറുപടി കൊടുക്കലാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള വശം എന്താണെന്ന് കൃത്യമായൊന്ന് വീഡിയോയിലൂടെ വിവരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കമൻറ്റുകൾ ഓരോന്നായിട്ട് വായിച്ചിട്ട് അതിന് മറുപടി പറയാം. അതിൽ ആദ്യത്തെ കമൻറ്റ്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി അവതരിപ്പിക്കാനുള്ള കഴിവിനെ നമിക്കുന്നു. 3.5mm ഓഡിയോ ജാക്ക് സാധാരണ സി ടൈപ്പ് അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയില്ല. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമേ ഈ അഡാപ്റ്റർ ഉപകരിക്കൂ. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും സി ടൈപ്പ് പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ കമൻറ്റിൽ പറയുന്നത്, ഈ വിഷയം ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവതരിപ്പിച്ചു എന്നും, അതിൽ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്, സി ടൈപ്പ് അഡാപ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സറിൽ നിന്ന് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ്. ഇതിൽ ആദ്യത്തെ ഭാഗത്തെ കമൻറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ താഴെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു കമൻറ്റ് കൂടെ കാണുമ്പോഴാണ് ഇതിൻ്റെ രസം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ കമൻറ്റിൽ കുറച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, അത് നമ്മൾ വിടുന്നു. കാര്യത്തിലേക്ക് വരാം. ഇതിൽ പറയുന്നത്, നിങ്ങൾ ആ മൈക്കിൽ ഹലോ ചെക്ക് എന്ന് പറയുമ്പോൾ വോളിയം തീരെ ഇല്ലല്ലോ, വളരെ കുറവാണ്. മറ്റൊന്ന്, നിങ്ങൾ റെക്കോർഡ് ചെയ്ത വോയിസും വീഡിയോയും നിങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമായിരുന്നു, എന്നാലല്ലേ ക്ലിയർ എന്തും വേണ്ടും ഉണ്ട് എന്ന് അറിയാൻ പറ്റൂ. പിന്നെ പറയുന്നത്, നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല, കുറച്ചൊക്കെ വിവരമുള്ള ആൾക്കാരല്ലേ ഇത് കാണുന്നത് എന്ന്. ഈ രണ്ടാമത്തെ കമൻറ്റിൽ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ റെക്കോർഡ് ചെയ്ത ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ക്ലിയർ എന്തുമാത്രം ഉണ്ട് എന്ന് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോയും വീഡിയോയും ആ വീഡിയോയ്ക്കുള്ളിൽ തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അത് വ്യക്തമായി കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കമൻറ്റുമായിട്ട് വിരുദ്ധമാകുന്നത്. ഇവിടെ ഇയാൾ പറയുന്നത്, നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും പോലെയാണ് പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല, കുറച്ചൊക്കെ വിവരം ഉള്ളവരല്ലേ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞത് ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അത് പറഞ്ഞതെന്നും, രണ്ടാമത്തെ ആൾ പറയുന്നത് ഞാൻ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ലെന്നുമാണ്. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്? ഇനി ഇത് ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ശൈലിയിലാണ് ചെയ്യുന്നത്. അത് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള രീതിയിലാണ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണ് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി ഇതിൻ്റെ ആദ്യത്തെ കമൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. അവിടെ സി ടൈപ്പ് കേബിൾ ഉപയോഗിച്ചിട്ട് അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് തീർത്തും തെറ്റാണ്. അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത അഡാപ്റ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡിംഗ് ക്വാളിറ്റി വളരെ മോശമായിരിക്കും. നല്ല കേബിൾ ഉപയോഗിച്ച്, നല്ല കണക്ടർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയോ തീരെ മോശമായിരിക്കും. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല സാധനം നോക്കി മേടിക്കണം. ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ റിട്ടേൺ പോളിസി ഉള്ള സാധനമേ വാങ്ങിക്കാവുള്ളൂ. ഞാൻ ആ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റിട്ടേൺ പോളിസി ഉള്ളതാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക. ഓക്കെ. ഇനി മൂന്നാമത്തെ കമൻറ്റ്, നിങ്ങളുടെ നേരത്തെ വീഡിയോകൾക്കെല്ലാം നിങ്ങൾ വലിയ വലിയ മിക്സറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 12 ചാനൽ, 16 ചാനൽ, 24 ചാനൽ മിക്സറുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയ്ക്ക് മാത്രം എന്തേ ഒരു ചെറിയ മിക്സർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചോദ്യം. അതായത് ഞാൻ നിങ്ങളെ ലോറി ഓടിക്കാൻ പഠിപ്പിക്കുമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. അപ്പം ഞാൻ ലോറിയിലിരുന്നാണ് നിങ്ങളെ ഓടിക്കാൻ പഠിപ്പിച്ചത്. ഇപ്പം ഞാൻ നിങ്ങളെ സൈക്കിൾ ചവിട്ടാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുമ്പോൾ എന്തേ ലോറി ഉപയോഗിക്കാത്തത് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇതിന് ഞാൻ എന്തോ മറുപടി പറയാനാ? ഇവിടെ ചെറിയ മിക്സറിൽ നിന്ന് എങ്ങനെ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനകത്ത് 24 ചാനലിൻ്റെ മിക്സറിന് എന്ത് കാര്യം? ഇനി അടുത്തൊരു കമൻറ്റ് വരുന്നത്, ഐറിക്കിൽ ഇൻപുട്ട് ജാക്ക് ഹെഡ്ഫോണിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ സ്റ്റീരിയോ പിൻ നിർബന്ധമാണ്, ലെഫ്റ്റ് റൈറ്റുള്ള ജാക്ക്. യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ മോണോ പിന്ന് കണക്ട് ചെയ്തിട്ടാണ് അത് റെക്കോർഡ് ചെയ്ത് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്താൽ റെക്കോർഡ് ആകില്ലെന്നാണ് പറയുന്നതെങ്കിൽ ഇത് ലൈവായിട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി നേരത്തെ കമൻ്റ് ഇട്ട ഒരു ചേട്ടൻ തന്നെയാണ്. പുള്ളി പറയുന്നത്, അതിൽ കാണിച്ചിരിക്കുന്ന മിക്സർ എങ്ങനെ 4 ചാനൽ മിക്സർ ആകും, അതിൽ 2 മൈക്കല്ലേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്പോൾ 2 ചാനൽ മിക്സർ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അത് 4 ചാനൽ മിക്സർ തന്നെയാണ്. അതിനകത്ത് 2 മൈക്കുകൾ നമുക്ക് XLR ഉപയോഗിച്ചോ ഫോണോ പിൻ ഉപയോഗിച്ചോ കണക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ചാനൽ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ CD-യിൽ നിന്നോ DVD-യിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ ഒക്കെ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ചാനൽ വർക്കാവും. 4ാമത്തെ ചാനൽ നമുക്ക് ബ്ലൂടൂത്തോ പെൻ ഡ്രൈവോ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് 4 ചാനൽ ഉള്ളത്. ഇനി അടുത്തൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ 80% ഫോണുകളും കംപ്ലൈൻ്റ് ആകുമെന്നാണ്. 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു ഫോണും കംപ്ലൈൻ്റ് ആവില്ല. കാരണം ഐറിഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ആ ഗെയിനെ കൺട്രോൾ ചെയ്ത് മാത്രമേ ഫോണിലേക്ക് വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോണിന് പ്രത്യേകിച്ച് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. നമ്മൾ ഗെയിൻ ഓവറായി കൂട്ടിക്കഴിഞ്ഞാൽ ഫോണിന് കംപ്ലൈൻ്റ് ആവുകയല്ല ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫയൽ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം പതറാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ ഒരു ഫോണും കംപ്ലൈൻ്റ് ആയി പോകാനായിട്ടുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഇതേപോലെ കുറേ കമൻറ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് കമൻറ്റുകൾ മാത്രമാണ് എടുത്ത് മറുപടി പറയുന്നത്. അപ്പോൾ ഇതേപോലെ കമൻറ്റുകൾ ഇടുന്നവർ ഒന്നുകിൽ അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. ഇത് വന്ന് വായിച്ച് നോക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പക്വതയോടുകൂടി കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.